everybody, welcome to Dent Easy with MJ. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സെക്കൻഡ് ഇയർ BDSലെ ജനറൽ പാത്തോളജിയിൽ വളരെ കൂടുതൽ ചോദിച്ചൊരു ചോദ്യമായിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനുകളിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് കുഹാസ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം എന്ന രീതിക്കാണ് ഞാൻ ഇതിൽ വീഡിയോസ് ഇടുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. സോ ഇന്ന് നമുക്ക് വൈകാണ്ട് ക്ലാസ്സിലോട്ട് കടക്കാം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 3 മാർക്കിന് ചോദിച്ച ചോദ്യമായുള്ള എംബോളിസം ആണ്. എന്താണ് എംബോളിസം, അതിൽ ഗ്യാസ് എംബോളിസം എന്താണെന്നാണ് സ്പെസിഫിക് ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എംബോളിസം എന്ന് മെയിൻലി പറയുന്നത് ഒരു മാസ് ഫോം ചെയ്യുകയാണ്. ഒന്നെങ്കിൽ അത് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു മാസ് നമ്മുടെ സർക്കുലേഷനിലേക്ക് വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കുലേഷനിൽ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ ബ്ലഡ് മര്യാദയ്ക്ക് ബാക്കിയുള്ള ഭാഗത്തോട്ട് പോകാണ്ടാവുക, ഒബ്സ്ട്രക്ഷൻ വരിക. ഈ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് എംബോളിസം. ഡിഫൈൻഡ് ആസ് എ ഫോർമേഷൻ ഓഫ് ലാർജ് മാസ് ദാറ്റ് ക്യാൻ എയ്തർ ബി ഒരു ഗ്യാസോ ലിക്വിഡോ സോളിഡോ ആവാം വിച്ച് ഒബ്സ്ട്രക്ട് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എംബോളിസം എന്നാണ് നമ്മൾ മേജർലി പറയുന്നത്. നമ്മുടെ എംബോളിസത്തിനെ നമ്മൾ കുറച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മാറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്തു. സോളിഡ് ആയിട്ടുള്ളതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ത്രോംബോ എംബോളിസം ആണ്. ലിക്വിഡിൻ്റെ എക്സാമ്പിൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഗ്യാസിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ എയർ. ഇനി അതിൻ്റെ അവരുടെ സോഴ്സസിനെ ബേസ് ചെയ്തിട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് ആർട്ടീരിയൽ ആവാം, വീനസ് ആവാം. ഇനി അത് എവിടെയാണ് നമുക്ക് ഇൻഫെക്റ്റ് ചെയ്യുന്നത്, ഇൻഫെക്റ്റഡ് ആണോ ഇൻഫെക്റ്റഡ് അല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അതിന് നമ്മൾ ഇൻഫെക്റ്റഡ് സ്റ്റെറൈൽ എന്നും, ഇൻഫെക്റ്റഡ് അല്ലാത്തതിന് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതിന് നമ്മൾ സെപ്റ്റിക് എന്നും, ഇൻഫെക്റ്റഡ് അല്ലാത്തതിന് നമ്മൾ സ്റ്റെറൈൽ എന്നാണ് നമ്മൾ മെയിൻലി പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പറഞ്ഞാൽ അവരുടെ ഫ്ലോ ഓഫ് ബ്ലഡിനെ ബേസ് ചെയ്തിട്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. റിട്രോഗ്രേഡും അതേപോലെ തന്നെ നമ്മുടെ പാരഡോക്സിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഒന്നാമത്തെ കാര്യം സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ അത് മാറ്ററിനെ ബേസ് ചെയ്തിട്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് സോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലോനെ ബേസ് ചെയ്തിട്ട് പാരഡോക്സിക്കൽ ആൻഡ് റിട്രോഗ്രേഡ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ പറയുന്ന 4 ടൈപ്പ് എംബോളിസം ഉള്ളത്. ഒന്ന് ത്രോംബോ എംബോളിസം, ഫാറ്റ് എംബോളിസം, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആൻഡ് എയർ അല്ലെങ്കിൽ ഗ്യാസ് എംബോളിസം. അങ്ങനെ 4 തരത്തിലുള്ള എംബോളിസമാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ അമ്നിയോട്ടിക് എംബോളിസം, ഫാറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ത്രോംബോ എംബോളിസം, അതേപോലെ തന്നെ ഗ്യാസ് അല്ലെങ്കിൽ എയർ എംബോളിസം. ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ചോദിച്ചൊരു ചോദ്യമായിട്ടുള്ള എയർ എംബോളിസം അല്ലെങ്കിൽ ഗ്യാസ് എംബോളിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ എയർ എംബോളിസം അല്ലെങ്കിൽ ഗ്യാസ് എംബോളിസം എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലേഷനിൽ ഒന്നെങ്കിൽ നമ്മുടെ വീനസ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ആയിട്ടുള്ള സർക്കുലേഷനിലോട്ട് നമ്മുടെ എയർ എൻ്റർ ചെയ്യുകയാണ്. വെൻ എയർ ഇസ് ഇൻട്രൊഡ്യൂസ് ടു വീനസ് അല്ലെങ്കിൽ ആർട്ടീരിയൽ സർക്കുലേഷൻ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈ എയർ എംബോളിസം. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് എംബോളിസം മെയിൻലി ഫൗണ്ട് വെൻ എയർ എൻറ്റേഴ്സ് ദ സർക്കുലേഷൻ. ഈ എയർ എംബോളിസത്തിൽ നമ്മൾ മെയിൻലി എങ്ങനെയാണ് അതിലെ പരിപാടി എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ ആൻറ്റിയോഗ്രാഫി ചെയ്യുന്നു. ആൻറ്റിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് എയർ നമ്മൾ പുറത്തുനിന്നുള്ള എയർ പെട്ടെന്ന് നമ്മുടെ സർക്കുലേഷനിലേക്ക് കയറുമ്പോൾ അങ്ങനെ സംഭവിക്കാം. നമ്മുടെ ഹെഡ് ആൻഡ് നെക്കിന് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കാം. അതേപോലെ നമ്മൾ ഐ വി നമ്മൾ ചെയ്യുന്ന സമയത്ത്, IV കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എയർ, നമ്മുടെ സിറിഞ്ചിൻ്റെ എയർ കുറച്ച് ബ്ലഡ് ഫസ്റ്റ് ഇങ്ങനെ പോകാൻ വേണ്ടി അവർ കുറച്ച് ഇങ്ങനെ ചെയ്യുന്ന പോലെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബ്ലഡ് നമ്മൾ എയർ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരിങ്ങനെ നീഡിലിങ്ങനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. കാരണം എയർ ഒരിക്കലും ബ്ലഡിലോട്ട് കയറാൻ പാടില്ല. അതിനാണ് നമ്മൾ എയർ കളഞ്ഞിട്ടേ അവരെന്ത് ചെയ്യുള്ളൂ, ബ്ലഡ് നമ്മൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, നമ്മളിപ്പോൾ വാക്സിനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവർ കുറച്ച് എയർ കളഞ്ഞതിന് ശേഷം മാത്രമേ അത് കൊടുക്കത്തുള്ളൂ. അതാണ് നമ്മൾ IV ഇൻഫ്യൂഷനിലൊക്കെ അതൊക്കെയാണ് നമ്മൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മെയിൻലി നമ്മുടെ എയർ എംബോളിസം വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് IV ഇൻഫ്യൂഷൻ ഒരു കാരണമാണ്. ഹെഡ് ആൻഡ് നെക്ക് ലൈൻ സർജറി ചെയ്യുന്ന സമയത്ത് എയർ പെട്ടെന്ന് സർക്കുലേഷനിൽ കയറിയാലും, അതേപോലെ ആൻജിയോഗ്രാഫിൻ്റെ സമയത്തും നമ്മൾ എയറിൽ നമ്മുടെ ബ്ലഡിലോട്ട് കയറിയാലൊക്കെയാണ് ഈ ഒരു സംഭവിക്കുന്നത്. ഇനി എങ്ങനെ ഇവിടെ പറയണമെന്ന് നമുക്ക് പറയാം. നമ്മുടെ എയർ എംബോളിസം നമ്മൾ എയർ എംബോളിസം എങ്ങനെ കയറുവാണ്. സോ ഈ എയർ എംബോളിസം റൈറ്റ് വെൻട്രിക്കിളിലൂടെ നമ്മുടെ പൾമണറി ആർട്ടറിയിലൂടെ നമ്മുടെ ലങ്സിലോട്ട് എത്താണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു എയർ എംബോളിസം നമ്മൾ ഇങ്ങനെ പാസ് ചെയ്തിട്ട് നമ്മുടെ ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ
അവിടെ എന്താ സംഭവിക്കുക, ഡെത്താണ് മെയിൻലി സംഭവിക്കുന്നത്. അപ്പോൾ എയർ എംബോളിസം റൈറ്റ് ഏട്രിയം, റൈറ്റ് ആർട്ടറി എന്നാണ് പറഞ്ഞത്, റൈറ്റ് ഏട്രിയം ആണ്, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിലൂടെ പിന്നെ പൾമണറി ആർട്ടറിയിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ ലങ്സിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഡെത്ത് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഡെത്ത് സംഭവിക്കും, ഒബ്വിയസ്ലി ഡെത്ത് സംഭവിക്കും. അപ്പോൾ നമ്മളിനിപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് എന്താ പറയുക, നമ്മളിപ്പോൾ ഇത് ഈ ഒരാൾക്ക് ഇയാൾ ഗ്യാസ് എംബോളിസം വഴിയാണ് ഇയാൾ മരിച്ചത് എന്നത് നമുക്ക് സസ്പെക്റ്റ് ചെയ്യും, നമുക്കത് ഉറപ്പ് വരുത്തണം അല്ലേ. പോസ്റ്റ്മോർട്ടമിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യണത് അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പൾമനറി ആർട്ടറീസിനെയും ഹാർട്ടിനെയും നമ്മൾ വെള്ളത്തിലോട്ട് ഇടുവാണ്. അങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ പൾമനറി ആർട്ടറിൻ്റെ അവിടെ ഒരു കട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ വെള്ളത്തിൽ നമുക്ക് ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇയാൾ ഈ പറഞ്ഞ എയർ എംബോളിസം കാരണമാണ് മരിച്ചതെന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റും. അതാണ് വി ക്യാൻ ടേക്ക് ദ ലങ്സ് ആൻഡ് ഹാർട്ട് ഇൻ ടു ദ വാട്ടർ ആൻഡ് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കട്ട് ചെയ്യാൻ നമുക്ക് പൾമണറി ആർട്ടറി. അപ്പോൾ ഇഫ് വി സി എ ബബിൾസ് അല്ലെങ്കിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം എയർ എംബോളിസം ഉണ്ട്. ദ ഹാർട്ട് ആൻഡ് ദ പൾമണറി ആർട്ടറി ഈസ് ഓപ്പൺ ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ ഇൻ സിറ്റു ഇൻ വാട്ടർ. ഇഫ് പൾമണറി എയർ എംബോളിസം ഈസ് സസ്പെക്റ്റഡ്, എയർ ബബിൾസ് അവിടെ ഫോം ചെയ്യും. അതാണ് നമ്മൾ പൾമണറി എയർ എംബോളിസം ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വാട്ടർ എടുക്കുക, അതിലേക്ക് നമ്മൾ ഈ ഹാർട്ടിനെയും പൾമണറി ആർട്ടറിനെയും ഹാർട്ടിനെയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടു. പൾമണറി ആർട്ടറി ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എയർ ബബിൾസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം അവിടെ ഈ ഒരു പേഴ്സൺ ഈ പറഞ്ഞ എംബോളിസം കാരണം, എയർ എംബോളിസം കാരണമാണ് മരിച്ചതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡീകംപ്രഷൻ സിക്നെസ് എന്ന് പറയുന്നത്. സോ ഡീകംപ്രഷൻ സിക്നെസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു കാര്യം പറയാം. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച ഹെൻറീസ് ലോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഹെൻറീസ് ലോ പറയുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു പ്രഷർ. അപ്പോൾ അതാണെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ സോളിബിലിറ്റി കൂടുമ്പോൾ പ്രഷർ കൂടുന്നു എന്നൊരു കാര്യം നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിവിടെ അപ്ലിക്കബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഈ ഡീകംപ്രഷൻ സിക്നെസ് എന്ന് പറയുന്ന പരിപാടി മെയിൻലി ഡൈവേഴ്സ്, നമ്മൾ വെള്ളത്തിൽ ഡൈവ് ചെയ്ത് പോകുന്ന ആളുകളിലാണ് മെയിൻലി കാണുന്നത്. സോ ഇത് നമ്മുടെ സർഫസ് ആണ്, ഇത് നമ്മുടെ വെള്ളമാണ്, ഒരു സീ ആണ്, നിങ്ങൾ കണ്ടുപിടിക്കാം. ഇവിടെയുള്ള നോർമൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോർമൽ ആയിരിക്കും. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തായിരിക്കും, നോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ, വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, അവിടെ പ്രഷർ കൂടില്ലേ, കൂടും. സോ ഇത് നമ്മളെ ഒരു ഡൈവറാണ് നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. സോ ഇതൊരു ഡൈവറാണ്. ഓക്കെ, അപ്പോൾ ഈ ഡൈവർ നമ്മൾ വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ പ്രഷർ കൂടുമല്ലോ, ഒബ്വിയസ്ലി പ്രഷർ കൂടും. സോ പ്രഷർ കൂടുമ്പോൾ ഇയാൾ എന്താ യൂസ് ചെയ്യണത്, ഈ ഒരു ഗ്യാസ് സിലിണ്ടർ അയാൾ പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ സോലബിലിറ്റി കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഷർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ സോലബിലിറ്റി കൂടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇയാളുള്ളിലുള്ള ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസുകളെല്ലാം ഇയാളെ സർക്കുലേഷനിൽ എത്തിക്കാണും. ഓക്കെ, ഇനി ഇയാൾ മുകളിലോട്ട് ഇങ്ങനെ അസെൻഡ് ചെയ്യുകയാണ്. ഇയാൾ താഴത്തെത്തിയ ആൾ മുകളിലോട്ട് അസെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു താഴത്തോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുന്നു, സോലിബിലിറ്റി ഓഫ് ഗ്യാസും കൂടുന്നു. എന്നാൽ മുകളിലോട്ട് പോണ സമയത്ത് അവിടുത്തെ പ്രഷർ എന്താ ചെയ്യുന്നത്, പ്രഷർ കുറയും ആൻഡ് സോലിബിലിറ്റി ഓഫ് ഗ്യാസും കുറയും അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത്, അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ഗ്യാസ് പുറത്തോട്ട് വരും. അങ്ങനെ അയാൾക്ക് ഡെത്ത് സംഭവിക്കണു. ഇതാണ് എങ്ങനെയാണ് ഗ്യാസ് എംബോളിസം ഒരു ഡൈവറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഡീകംപ്രഷൻ സിക്നെസ്. സോ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സോളിബിലിറ്റി ഓഫ് ഗ്യാസ് പ്രപ്പോർഷണൽ ടു പ്രഷർ എന്ന് നമ്മൾ പറഞ്ഞു ഹെൻറീസ് ലോ വെച്ചിട്ട്. സോ താഴത്തോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുവാണ്, അവിടുത്തെ സോളിബിലിറ്റി ഓഫ് ഗ്യാസും കൂടുവാണ്. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറിലെ ഗ്യാസ് നമ്മുടെ ഇയാളെ സർക്കുലേഷനിലേക്ക് വരും. മുകളിലോട്ട് അസെൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയുകയും സോളിബിലിറ്റി ഓഫ് ഗ്യാസും കുറയും. അപ്പോൾ നമ്മുടെ ഗ്യാസ് പുറത്തോട്ട് വരും. അങ്ങനെയാണ് ഇവിടെ എംബോളിസം ഉണ്ടാവുന്നത്. അതാണ് ഇയാളുടെ ഒരു കേസിൽ നമ്മൾ മെയിൻലിയോട് പറയുന്നത്. വെൻ ദ ഡൈവർ ഗോസ് ഡൗൺ പ്രഷർ ഇൻക്രീസസ്. അതേപോലെ തന്നെ ഹി യൂസസ് എ ഗ്യാസ് സിലിണ്ടർ, സോ ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഓൾസോ ഇൻക്രീസ് ചെയ്യും ഇവിടെ അല്ലേ. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് എന്തായാലും ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഹിയർ ദ ഗ്യാസ് എൻറ്റേഴ്സ് ദ ബ്ലഡിലോട്ട് എൻ്റർ ചെയ്യും. വെൻ ദ ഡൈവർ അസെൻഡ് ചെയ്യുമ്പോൾ ദ പ്രഷർ ഡിക്രീസസ് ആൻഡ് ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഓൾസോ ഡിക്രീസസ്. സോ ദ ഗ്യാസ് കംസ് ഔട്ട് ആൻഡ് കോസസ് എ ഗ്യാസ് എംബോളിസം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് വരുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ അയാൾക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരിക്കും, ലിഗമെൻറ്റിന് പെയിനൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചോക്കിങ് വരാം, റെസ്പിറേറ്ററി ഡിസ്ട്രെസ് വരാം. നമ്മുടെ സെറിബ്രലിനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോമ അല്ലെങ്കിൽ അതിനെ ഡെത്തിലോട്ട് തന്നെ നയിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്നത്. സോ ചോദിക്കുമ്പോൾ എന്താണ് എംബോളിസം എന്നുള്ളത് നമ്മൾ പറയാൻ മറക്കരുത്. ഐ വിൽ ഷോ യു.
ഇതാണ് എന്താണ് നമ്മൾ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ് എംബോളിസം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയണം. എംബോളിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ ലാർജ് മാസ് സർക്കുലേഷനിൽ വരുവാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഒബ്സ്ട്രക്ഷൻ വരും നമ്മുടെ സർക്കുലേഷനിൽ. സോ അതാണ് നമ്മുടെ എംബോളിസം എന്താണെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, നമ്മുടെ മാറ്ററിനെ ബേസ് ചെയ്തിട്ട്, സോഴ്സിനെ ബേസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ അവർ എഫക്റ്റ് ചെയ്യുന്നതാണോ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെറൈലാണോ സെപ്റ്റിക് ആണോ അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഫ്ലോ ഓഫ് ബ്ലഡിനെ ബേസ് റിട്രോഗ്രേഡ് ആൻഡ് അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ പാരഡോക്സിക്കൽ പറഞ്ഞു. 4 ടൈപ്പ് എംബോളീസ് ഉണ്ട്, ത്രോംബോഎംബോളിസം, ഫാറ്റ്, അമ്നിയോട്ടിക്, ഗ്യാസ് അല്ലെങ്കിൽ എയർ. ഇതിൽ നമ്മൾ പറഞ്ഞത് എയർ ആണ്. എയർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീനസ് സർക്കുലേഷനിലേക്കോ അല്ലെങ്കിൽ ആർട്ടീരിയൽ സർക്കുലേഷനിലേക്കോ നമ്മുടെ ഗ്യാസ് എൻ്റർ ചെയ്യുകയാണ്. സോ എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ എയർ എംബോളിസം പോകുന്നു, റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിലൂടെ പൾമണറി ആർട്ടറി കൂടെ ലങ്സിലെത്തി അവിടെ ഡെത്ത് സംഭവിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇതെങ്ങനെ സസ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് ഇൻസിറ്റു ആയിട്ട് നമ്മൾ വാട്ടറിലേക്ക് ഈ പൾമനറി ആർട്ടറീസിനെയും ഹാർട്ടിനെയും നമ്മൾ ഇൻസിറ്റു ആയിട്ട് വെക്കുമ്പോൾ അവിടെ ബബിൾസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഡീകംപ്രഷൻ സിക്നസിനെ കുറിച്ച് പറഞ്ഞു. ഡീകംപ്രഷൻ സിക്നസ് ആരെല്ലാം സംഭവിക്കുന്നത്, നമ്മൾ ഹെൻറി സ്ലോപ്പ് പ്രഷർ പ്രൊപ്പോർഷണൽ ടു നമ്മുടെ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഡൈവർ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും, അവിടുത്തെ സോലിബിലിറ്റി ഓഫ് ഗ്യാസും കൂടും. നമ്മുടെ ഉള്ളിലുള്ള ഈ ഗ്യാസ് എന്താ പറയുക, ഗ്യാസ് നമ്മുടെ സർക്കുലേഷനിലോട്ട് കൂടും. സോ മുകളിലോട്ട് അസെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ കുറയുമ്പോൾ സോലിബിലിറ്റി ഓഫ് ഗ്യാസും കുറയും, ഗ്യാസ് പുറത്തോട്ട് വരും, അയാൾക്ക് എംബോളിസം നടക്കും. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, നമ്മൾ ജോയിൻറ്റ് പെയിൻ, ലിഗമെൻ്റ് പെയിൻ, ചോക്കിങ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതേപോലെ തന്നെ നമ്മുടെ സെറിബ്രൽ ബാധിക്കുന്ന കോമ വരാം, ഡെത്തും വരാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു എംബോളിസം, അതിൻ്റെ ടൈപ്സ് ആൻഡ് അതിൽ ചോദിക്കുന്നത് എയർ എംബോളിസത്തിനെ കുറിച്ചിട്ടായിരിക്കും. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.